കേരളത്തിലെ BJP അവസ്ഥ എന്താണ് മാഷെ? ആശാവഹമാണ്, പ്രതീക്ഷാ നിർഭരമാണ്. കാരണം നമുക്കറിയാലോ ദീപക്ജി, 982 കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അന്ന് പാർട്ടിക്ക് ലഭിച്ച വോട്ടിന്റെ വിഹിതം 0.5% ആണ്. എന്ന് വെച്ചാൽ എത്ര വരും നമുക്കറിയാലോ. പിന്നീട് നടക്കുന്ന അന്ന് 140 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും BJP രൂപം കൊണ്ടതിന് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 60 നിയോജക മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളായി തുടങ്ങി, എല്ലാ തലങ്ങളിലും പ്രവർത്തകരുണ്ടായി തുടങ്ങി, ഇലക്ഷൻ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു പാർട്ടി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഏറ്റവും ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം ഇന്ന് പാർട്ടിക്കുണ്ടായി കഴിഞ്ഞു. ഈ രാജീവ് ചന്ദ്രശേഖരനെ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു മുതലാളി രാഷ്ട്രീയം ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നൊക്കെ. ഇപ്പോൾ കുറച്ച് നാളായി അദ്ദേഹം പ്രസിഡന്റാണ്. അങ്ങയുടെ വിലയിരുത്തലിൽ ആ ഒരു തീരുമാനത്തിൻ്റെ റിസൾട്ട് എന്താണ്? അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വ്യവഹാരങ്ങൾ എന്ത് എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിൽ നിന്ന് പാർട്ടിക്ക് എന്ത് നേടാനുണ്ട്, എന്ത് ലഭിക്കും എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുക. അപ്പോൾ ആ നിലയ്ക്ക് 100% വർത്തമാനകാല സാഹചര്യത്തിൽ, ആധുനികമായ സാഹചര്യത്തിൽ പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന എല്ലാ കഴിവുകളുമുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് പാർട്ടിയെ കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്നവരും അങ്ങനെയൊക്കെ തന്നെയാണ്. കേരളത്തിലെ BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഭാവി എന്താണ്? കേരളത്തിലെ നിയമസഭയിൽ, അടുത്ത നിയമസഭയിൽ നിർണായക ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും. പാർട്ടിയുടെ MLA-മാരുണ്ടാകും. അത് കേരള രാഷ്ട്രീയത്തെ ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കേരളത്തിൽ സമഗ്രമായ, സമൂലമായ രാഷ്ട്രീയ പരിവർത്തനത്തിന് സാഹചര്യം ഒരുക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.